മുസ്ലിം ലീഗും നഗരസഭയും വികസനം മുടക്കാൻ നോക്കിയെങ്കിലും താനൂർ മണ്ഡലത്തിൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ ഏറ്റവും കൂടുതൽ വികസനം നടന്നത് താനൂർ നഗരസഭയിലാണെന്നും വികസനം തുടരണമെങ്കിൽ മുഹമ്മദ് സമീർ ടി തിരുത്തിൽ വിജയിക്കണമെന്ന് ബ്ലോക്ക് ഓഫീസ് സ്വദേശി തൈക്കാട് സക്കീർ പറഞ്ഞു. താനൂർ പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നാൽ 5 വികസന പദ്ധതികൾ കാണാൻ കഴിയുമെന്നാണ് പി അജയ് കുമാർ പറഞ്ഞത്. വികസനത്തെക്കുറിച്ച് പറയുമ്പോൾ താനൂർക്കാർക്ക് 100 നാവാണ്. 60 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ലഭിച്ച തയ്യാള റോഡ് മേൽപ്പാലം കേരളത്തിന്റെ വികസന ചരിത്രത്തിൽ ആദ്യമായി MLA ഫണ്ടിൽ നിന്നും തുക അനുവദിച്ച് നവീകരിച്ച റെയിൽവേ സ്റ്റേഷൻ, റെയിൽവേ ഫുട് ഓവർ ബ്രിഡ്ജ് ദീർഘിപ്പിക്കൽ, നവീകരിച്ച രജിസ്ട്രാർ ഓഫീസ്, റെയിൽവേ സ്റ്റേഷൻ റോഡ്, തിരൂർ കടലുണ്ട് റോഡ് തുടങ്ങിയവ താനൂരിന്റെ ചരിത്രമാണെന്നാണ് AK മുജീബ് തെളിവ് നിരത്തി പറയുന്നത്. കോട്ടിൽ സക്കീറും മുജീബിന്റെ വാദത്തെ ശരിവച്ചു. മുഹമ്മദ് സമീർ ടി തിരുത്തിയിലിന്റെ പ്രചാരണത്തിന്റെ ഭാഗമായി താനൂരിൽ നടന്ന പ്രഭാത നടത്തത്തിനിടെയാണ് ആവശ്യകരമായ ചർച്ചകൾ നടന്നത്. പ്രഭാത നടത്തത്തിനപ്പുറം വികസന ചർച്ച തന്നെയായിരുന്നു. ബ്ലോക്ക് ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിച്ച നടത്തം തയ്യാള റോഡ് മേൽപ്പാലം വഴി കാട്ടിലങ്ങാടി റോഡിലൂടെ റെയിൽവേ ഫുട് ഓവർ ബ്രിഡ്ജ് കടന്ന റെയിൽവേ സ്റ്റേഷനിലൂടെയാണ് പഴയ ബസ് സ്റ്റാൻഡിലേക്ക് പ്രവേശിച്ചത്. 100ഓളം പേരാണ് സ്ഥാനാർത്ഥിക്കൊപ്പം നടന്നത്. ഈ ചാനൽ ന്യൂസ് താനൂർ. നടക്കാവിൽ ഹോസ്പിറ്റൽ ബിൽഡിംഗ്, വളാഞ്ചേരി, മലപ്പുറം. ഫോൺ നമ്പർ 0494208410 7034071111.